നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. വൃക്ഷമാശ്രിത്യതിഷ്ഠന്തം ദദർശ ഭരതർഷഭ മേഘഗംഭീരനാദേന തർജയന്തം മഹാസ്വനം. മേഘത്തിൻ്റെ ശബ്ദം പോലെ, ഇടിമുഴക്കം പോലെ, ആരിലും ഭയമുളവാക്കുന്നതായ വലുതായ ശബ്ദത്താൽ ആ പ്രദേശത്തെ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് അത് കേൾക്കുന്ന ആരുടെയും മനസ്സിനെ അതിശക്തമായി ഉലച്ചുകൊണ്ട് ഉറക്കെ സംസാരിക്കുന്ന ആ യക്ഷനെ അയാൾ ഒരു വൃക്ഷത്തിൽ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ആ യക്ഷനെ ഭരതഗോത്രത്തിൽ പിറന്നവനായ, ഭരതവംശത്തിൽ പിറന്നവനായ യുധിഷ്ഠിരൻ നേരിട്ട് കണ്ടു. ആ യക്ഷൻ തുടർന്ന് യുധിഷ്ഠിരനോട് പറഞ്ഞു, ഇമേതേ ഭ്രാതരോ രാജൻ വാര്യമാണ മയാ സകൃത്. നിങ്ങളുടെ ഈ സഹോദരന്മാരുണ്ടല്ലോ, ഇവരെ ഞാൻ അസകൃത അനേക തവണ അരുത് അരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു. എന്നിട്ടും അവർ അനുസരിച്ചില്ല. അതാണ് അവർക്ക് ഈ അവസ്ഥ വന്നു ചേരാനുള്ള കാരണം. ബലാത് തോയം ജിഹീർഷന്ത തതോ വൈ മൃദിതാമയ. അവർ ബലപൂർവകമായിട്ട് എൻ്റെ വാക്കുകളെ ലംഘിച്ചുകൊണ്ട് തടാകത്തിൽ ഇറങ്ങി വെള്ളം കുടിക്കാനായിട്ട് അതിൻ്റെ സമീപത്തേക്ക് ചെന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ അവരെ ഈ അവസ്ഥയിൽ, പ്രാണമില്ലാത്തതായ അവസ്ഥയിൽ എത്തിക്കേണ്ടതായി വന്നത്. അല്ലയോ മഹാരാജാവേ, അങ്ങയ്ക്ക് വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉടനെ തന്നെ തടാകത്തിൽ ഇറങ്ങുക പാടില്ല. എന്തുകൊണ്ടെന്നാൽ മമ പൂർവപരിഗ്രഹ, ഈ തടാകം പണ്ടേ തന്നെ എൻ്റെ സ്വന്തം സ്വത്താണ്. അതിൽ ഇറങ്ങിയിട്ട് എൻ്റെ അനുവാദമില്ലാതെ വെള്ളം കുടിക്കാനുള്ള അധികാരം ആർക്കുമില്ല എന്നറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് ഞാൻ അങ്ങയോട് പറയുന്നു, അനുജന്മാർ കാണിച്ചതായ ആ സാഹസം അങ്ങ് എൻ്റെ നേരെ ഇപ്പോൾ കാണിക്കരുത്. ഞാൻ വേണമെങ്കിൽ വെള്ളം കുടിക്കാനുള്ളൊരു അവസരം തരാം. അതിന് എനിക്ക് ബോധ്യം വരണം. ഞാൻ അങ്ങയോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. പ്രശ്നാനുക്ത്വ തു കൗന്ദേയ തതഃ പിബ ഹരസ്വച്ച്. എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് അല്ലയോ കുന്തിപുത്ര, അങ്ങ് ഉചിതമായിട്ടുള്ള ശരിയായിട്ടുള്ള മറുപടി തരണം. എനിക്കത് ബോധ്യപ്പെടുകയും വേണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ ഞാൻ അനുവദിക്കാം. അങ്ങയ്ക്ക് വെള്ളം കുടിക്കാം, വെള്ളം കൊണ്ട് മടങ്ങി പോവുകയും ചെയ്യാം. അപ്പോഴും അനുജന്മാരെ ജീവിപ്പിക്കുന്ന കാര്യം ഈ യക്ഷൻ പറയുന്നില്ല. യുധിഷ്ഠിരന് വെള്ളം കുടിക്കാനുള്ള അവസരം നൽകാം, അദ്ദേഹം ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി പറയുകയാണെങ്കിൽ. അപ്പോഴേക്കും യുധിഷ്ഠിരൻ പറഞ്ഞു, അല്ലയോ യക്ഷ, ഈ തടാകം അങ്ങയുടെ സ്വത്താണെന്ന് പറഞ്ഞല്ലോ. അന്യന്റെ സ്വത്ത് കവർന്നെടുക്കാൻ ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല, ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല, ഇനി ആഗ്രഹിക്കുകയുമില്ല. അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കാനായിട്ട് അങ്ങയുടെ അനുവാദമില്ലാതെ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അങ്ങ് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊള്ളുക. സകല ചോദ്യങ്ങൾക്കും ഉത്തരം തരാം എന്നുള്ള അവകാശവാദമൊന്നും ഞാൻ പുറപ്പെടുവിക്കുന്നില്ല. അത് പൊങ്ങച്ചം പറയലായി പോകും. യോഗ്യനായൊരു മനുഷ്യൻ ഒരിക്കലും ആ പ്രകാരത്തിൽ പൊങ്ങച്ചം പറയില്ല. അതുകൊണ്ട് ഞാൻ അതിന് തുനിയുന്നില്ല. ഇത്രയേ ഞാൻ അങ്ങയോട് പറയുന്നുള്ളൂ. യഥാപ്രജ്ഞം തു തേ പ്രശ്നാൻ പ്രതിവക്ഷ്യാമി പൃച്ഛമാം. എനിക്ക് എത്രമാത്രം അറിവുണ്ടോ അതിനെ ആശ്രയിച്ചുകൊണ്ട്
എനിക്ക് കഴിയുന്നിടത്തോളം ഞാൻ അങ്ങയുടെ ചോദ്യങ്ങൾക്ക് സമാധാനം തരാം. അത്രയേ ഉള്ളൂ. അതിനാൽ അങ്ങ് എന്നോട് ചോദിച്ചുകൊള്ളുക. അങ്ങയുടെ ചോദ്യങ്ങൾ കേൾക്കാനായിട്ട്, അതിന് ഉത്തരം പറയാനായിട്ട് ഞാനിതാ കാത്തു നിൽക്കുന്നു. പൃച്ഛമാം, അങ്ങ് എന്നോട് ചോദിച്ചുകൊള്ളൂ. ഇങ്ങനെ യുധിഷ്ഠിരൻ ആ യക്ഷനോട് പറയുന്ന അവസരത്തിൽ യക്ഷൻ ചോദ്യങ്ങൾ ഒന്നൊന്നായിട്ട് ചോദിച്ചു തുടങ്ങുകയാണ്. കേനസ്വിത് ശ്രോത്രിയോ ഭവതി കേനസ്വിത് വിന്ദതേ മഹത്. യക്ഷന്റെ ചോദ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വളരെയേറെ ചോദ്യങ്ങൾ യക്ഷൻ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന കാര്യങ്ങളാണ് യക്ഷൻ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളും അതിന് യുധിഷ്ഠിരൻ നൽകുന്നതായ കൃത്യമായ മറുപടിയും അത് വളരെ വിപുലമായ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. നമ്മുടെ ഭാരതീയമായ ജീവിത രീതിയെയും ചിന്താപദ്ധതിയും എല്ലാം അടുത്തറിയാൻ ഈ യക്ഷപ്രശ്നം നമുക്ക് വളരെയേറെ പ്രയോജനപ്പെടും. യഥാർത്ഥത്തിൽ അതിനുവേണ്ടി കൂടിയിട്ടാണ് വ്യാസൻ ഇങ്ങനെ ഒരു സംഭവം ഈ വനവാസകാലത്തിലെ 12ാം വർഷത്തിന്റെ അവസാനം ചിത്രീകരിച്ചു വച്ചിരിക്കുന്നത് എന്ന് കരുതേണ്ടതായിരിക്കുന്നു. ഇങ്ങനെ ശ്രോത്രിയനായിട്ടുള്ളത് ആരാണ് എന്ന്, ഒരാൾ ശ്രോത്രിയനായിത്തീരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്ന അവസരത്തിൽ യുധിഷ്ഠിരന്റെ മറുപടി ശ്രുതേന ശ്രോത്രിയോ ഭവതി. ശ്രുതം കൊണ്ടാണ് ഒരാള്, ഏതൊരു വ്യക്തിയും ശ്രോത്രിയനായിത്തീരുന്നത്. ശ്രോത്രിയനായ ഒരാളിന്റെ മകനായാൽ അല്ലെങ്കിൽ മകളായാൽ ശ്രോത്രിയനായി തീരും എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നില്ല. പിന്നെയോ ഏതൊരു വ്യക്തിയും ശ്രോത്രിയനായി തീരുന്നത് ശ്രുതം കൊണ്ടാണ്, അതായത് അറിവ് കൊണ്ടാണ്. വേദ മന്ത്രങ്ങൾ പഠിച്ച്, വേദശാസ്ത്രങ്ങൾ പഠിച്ച്, ഗുരുമുഖത്ത് നിന്ന് വിധിപ്രകാരമായി പഠിച്ച്, അത് ഉൾക്കൊണ്ട് അത് തന്റെ ജീവിതത്തിൽ പ്രായോഗിക പഥത്തിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെയാണ് ഒരാൾ ശ്രോത്രിയനായി തീരുന്നത്. ബ്രാഹ്മണന്റെ മകനായാൽ മാത്രമേ ഒരാൾക്ക് ശ്രോത്രിയനാകാനാവൂ എന്നും പറഞ്ഞില്ല. ബ്രാഹ്മണരുടെ പുത്രന്മാരെല്ലാവരും ശ്രോത്രിയന്മാരാണ് എന്നും പറഞ്ഞില്ല. ജനനവുമായിട്ട് ജാതിയുമായിട്ട് ഒരു പ്രകാരത്തിലും യുധിഷ്ഠിരൻ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തെ ബന്ധിപ്പിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് പഠനം കൊണ്ട്, വേദാധ്യയനം കൊണ്ടാണ് ഏതൊരു വ്യക്തിയും ശ്രോത്രിയനായി തീരുന്നത്. പിന്നെ മഹത്വത്തെ പ്രാപിക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് വേറൊരു ചോദ്യം. യുധിഷ്ഠിരൻ പറഞ്ഞു, തപസാ വിന്ദതേ മഹത്. ഏതൊരു വ്യക്തിക്കും മഹത്വം നേടിയെടുക്കാനാകും. പക്ഷെ അതെങ്ങനെയാ നേടുക? സമ്പത്തും സ്ഥാനമാനങ്ങളും ഒക്കെ പല പ്രകാരത്തിൽ വിനിയോഗിച്ചിട്ട് ആളുകളെ തന്റെ വശമാക്കി അവരെ കൊണ്ട് താൻ മഹാത്മാവാണ് എന്ന് പറയിച്ചിട്ടാണോ? അല്ല. പിന്നെയോ മഹത്വം നേടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് തപസ്സാണ്. തപസ്സാ വിന്ദതേ മഹത്. എന്താ തപസ്? നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം. വ്യാസഭഗവാൻ പല സന്ദർഭങ്ങളിലായിട്ട് മഹാഭാരതത്തിനകത്ത് പറഞ്ഞു വച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച്, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്നുള്ളതായ ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച്, കർമ്മേന്ദ്രിയങ്ങളെയും വാക്കുപാണി പാദം ഉപസ്ഥം പായു എന്നുള്ള കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് അവയെ എല്ലാറ്റിനെയും ഈശ്വരാഭിമുഖമാക്കി തീർക്കണം ആദ്യമേ. അതിനു വേണ്ടിയിട്ട് സാധനാപദ്ധതികൾ തുടങ്ങേണ്ടതായിട്ട് വരും. ആ സാധനാപദ്ധതികൾ ആചാര്യന്മാര് നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് വെളിയിലേക്ക് പരന്ന് ഒഴുകുന്നവയാണ് ഇവയെല്ലാം. ഭൗതിക ജഗത്തിലേക്ക് പരന്നൊഴുകിയിട്ട് അവിടെയുള്ള തനിക്ക് അനുകൂലമായ പദാർത്ഥങ്ങളെ ഇഷ്ടപ്പെട്ട് അവയിൽ വ്യാമോഹിച്ച് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള കർമ്മകലാപങ്ങളിൽ, പലപ്പോഴും കർമ്മ കോലാഹലങ്ങളിൽ ഏർപ്പെടുന്നവയാണ് ഇന്ദ്രിയങ്ങൾ. അങ്ങനെ വിടാതെ
അവയെല്ലാം തൻ്റെ ഉള്ളിലേക്ക് സമാഹരിച്ചിട്ട് ഈ വെളിയിൽ കാണുന്നതായ ദൃശ്യങ്ങളെല്ലാം നശ്വരമാണ്, മായാകൽപിതമാണ് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തി അങ്ങനെ യമനിയമാദികൾ നേടി ഇന്ദ്രിയങ്ങളെയും തൻ്റെ ഉള്ളിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് മനസ്സിനെയും നിയന്ത്രിച്ച്, പിന്നെയോ പ്രാണനെ നിയന്ത്രിച്ച് മനസ്സിനെ, ബുദ്ധിയെ ഏകാഗ്രമാക്കി എവിടെ പരമാസ്പദമായിരിക്കുന്ന പരമാത്മ പാദങ്ങളിൽ തൻ്റെ ബോധമണ്ഡലത്തെ ഏകാഗ്രമാക്കി അപ്പോഴേക്കും ധാരണ, ധ്യാനം തുടങ്ങിയതായ അവസ്ഥകളിലേക്ക് കടന്നു ചെല്ലുന്നു. അങ്ങനെയാണ് തപസ് നേടുക. ഇങ്ങനെ വെളിയിലേക്ക് ഒഴുകുന്നതായ മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ കൂടി ആണ് അവ വെളിയിലേക്ക് ഒഴുകുക. അതിനെ അവിടെ നിന്ന് നിയന്ത്രിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന അന്തരാത്മാവിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ് തപസ്. അത് ഓരോരുത്തർക്കും പല പ്രകാരത്തിൽ അവരവർക്ക് ഇഷ്ടമുള്ളതായ മാർഗത്തിലൂടി നിർവഹിക്കാനാകും. തപസ്സിൻ്റെ അനേകം മാർഗങ്ങൾ ഋഷിമാർ നമുക്ക് തന്നിട്ടുണ്ട്. ഏത് മാർഗം അവലംബിച്ചു കഴിഞ്ഞാലും ബോധമണ്ഡലം ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, മനസ്സ് ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോഴേക്കും അത് തപസ്സാണ്. എത്രത്തോളം ഉള്ളിലേക്ക് എത്തുന്നോ അത്ര കണ്ട് മഹത്വം കൈവരുന്നു. അങ്ങനെയാണ് മഹത്വം ഉണ്ടായിത്തീരുക. അതാണ് തപസ വിന്ദതേ മഹത്. ഇനിയോ രണ്ടാമതൊരു സഹായി എപ്പോഴും കൂടെ ഉണ്ടായിത്തീരുന്നത് എങ്ങനെയാണ്? ഇതാണ് യക്ഷന്റെ അടുത്ത ചോദ്യം. യുധിഷ്ഠിരൻ പറഞ്ഞു, ധൃത്യ ദ്വിതീയവാൻ ഭവതി. ധൈര്യം കൊണ്ടാണ് എപ്പോഴും കൂടെയുള്ളതായ ഒരു രണ്ടാമത്തെ സഹായി ലഭ്യമായി തീരുന്നത്. ധൈര്യമാണ് ആ സഹായി. ഏതെല്ലാം ഗുണഗണങ്ങൾ ഒരാൾക്ക് വശമായിരുന്നാലും അത് പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യം വേണം, കരുത്തു വേണം. ജീവൻ ആവിർഭവിക്കുന്നത് മുതൽ അങ്ങേയറ്റം വരെ എപ്പോഴും കൂടെ ഉണ്ടാകേണ്ട ശക്തിവിശേഷമാണ്, സഹായിയാണ് ധൈര്യം. ഇനിയോ ബുദ്ധി എങ്ങനെയുണ്ടാകും? യക്ഷന്റെ ചോദ്യം. ഉടൻ തന്നെ യുധിഷ്ഠിരന്റെ മറുപടി, ബുദ്ധിമാൻ വൃദ്ധസേവയാ. വൃദ്ധന്മാരെ സേവിക്കുന്നതിലൂടെയാണ് ഏതൊരാളും ബുദ്ധിമാനായിത്തീരുന്നത്. ആരാ വൃദ്ധൻ? വർദ്ധിച്ചവൻ. മലയാളത്തിൽ നമ്മൾ ഒരൊറ്റ അർത്ഥത്തിൽ മാത്രമേ വൃദ്ധശബ്ദം ഉപയോഗിക്കാറുള്ളൂ. വയസ്സ് എന്നയാള്, അതും വൃദ്ധൻ തന്നെ. പ്രായം കൊണ്ട് വർദ്ധിച്ചയാൾ എന്നാണ് അതിനർത്ഥം. ഏത് ഉപാധി കൊണ്ടും വർദ്ധിച്ചയാളിനെ വൃദ്ധൻ എന്ന് പറയും. ധനവൃദ്ധനുണ്ട്, ജ്ഞാനവൃദ്ധനുണ്ട്. ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ ഗുണഗണങ്ങളിലും വർദ്ധിച്ചവനെ വൃദ്ധൻ എന്ന് പറയും, അതത് ഗുണഗണങ്ങളുടെ മണ്ഡലങ്ങളിൽ. അങ്ങനെയുള്ള ആളുകൾ, അറിവുള്ള ആളുകൾ, ജ്ഞാനികളായിട്ടുള്ള ആളുകൾ, നല്ല പെരുമാറ്റം, സദാചാരമുള്ള ആളുകൾ, സദാചാരത്താൽ വൃദ്ധനായി തീർന്ന ആളുകൾ. ശരീരം കൊണ്ട് അവർക്ക് ചിലപ്പോൾ 10 വയസ്സോ 12 വയസ്സോ ഒക്കെ ഉണ്ടായി എന്ന് വരുള്ളൂ. പക്ഷെ അവർ വൃദ്ധനാണ്. സദാചാരത്തിൽ അത്രയേറെ അവർ മുന്നേറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള അറിവുള്ള വൃദ്ധജനങ്ങളെ സേവിക്കൊണ്ടാണ് ഏതൊരു മനുഷ്യനും ബുദ്ധിമാനായിത്തീരുന്നത്. അതല്ലാതെ മറ്റുള്ളവരെ ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിൽ പറഞ്ഞു പറ്റിച്ച് അവരെയെല്ലാം തകർത്തിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ബുദ്ധിമാനായി എന്ന് ഒരിക്കലും പറയാനാവില്ല. ഇങ്ങനെ കൃത്യമായ ഉത്തരം. ഇപ്പോൾ വളരെ ലളിതമായിട്ട് ആ ഉത്തരത്തിൻ്റെ അർത്ഥം പറഞ്ഞുപോയി. പക്ഷേ ഈ ഉത്തരത്തിൻ്റെ അർത്ഥത്തിന് ഉള്ളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ വേദമന്ത്രങ്ങൾ അനുരണനം ചെയ്യുന്നത് കേൾക്കാം. അവിടെ നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങൾ അനുരണനം ചെയ്യുന്നത് കേൾക്കാം. ഭാരതീയ ജീവിത സങ്കല്പത്തിൻ്റെ നാനാമുഖങ്ങൾ യക്ഷന്റെ ഈ ചോദ്യങ്ങളിലും അതിന് യുധിഷ്ഠിരന്റെ ഉത്തരങ്ങളിലുമായിട്ട് അടങ്ങിയിരിക്കുന്നു. യക്ഷന്റെ ചോദ്യങ്ങളോ എല്ലാം കൂടെ വായിക്കുന്നില്ല, വളരെയേറെയുണ്ട്. ഉത്തരങ്ങൾ വായിക്കുന്നില്ല. 1-2 മാത്രം പറഞ്ഞിട്ട് അങ്ങ് മുന്നോട്ട് കടന്നു പോവുകയാണ്. കാരണം നമുക്ക് അറിയേണ്ടത് ആ യുധിഷ്ഠിരന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സർവസമത്വഭാവനയാണ്. അതാണ് അപൈശുനം.
ആരോടും വിരോധമില്ലായ്മ, ആരെയും വഞ്ചിക്കാൻ, ആരോടെങ്കിലും പകവീട്ടാനുള്ള താല്പര്യമില്ലായ്മ, എല്ലാവരെയും സ്നേഹിക്കാൻ, തുല്യമായി കാണാൻ, എല്ലാവരോടും ദയോടുകൂടി പെരുമാറാനുള്ള മാനസികാവസ്ഥ, അതാണ് അപൈശുനം. യുധിഷ്ഠിരന്റെ ആ അപൈശുനമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ ചോദ്യോത്തരങ്ങളെല്ലാം ഈ അവസരത്തിൽ വിശദമായ പഠനത്തിന് വിധേയമാക്കുന്നില്ല. ആകെ 1-2 മാത്രം ചിന്തിക്കുന്നു. കിംസ്വിത് ഗുരുതരം ഭൂമേ കിംസ്വിത് ഉച്ചതരം ചഖാത്. യക്ഷൻ ചോദിക്കാണ്, ഭൂമിയെക്കാളും ഗൗരവമേറിയത് ഈ ലോകത്തിൽ ഏതാണ്? ഇതാണ് ചോദ്യം. യുധിഷ്ഠിരന്റെ മറുപടി, മാതാ ഗുരുതര ഭൂമേ. ഭൂമിയെക്കാളും ഗൗരവമേറിയത്, അതുകൊണ്ട് തന്നെ ബഹുമാന്യമായത്, പൂജാർഹമായത് വേറെ ആരുമല്ല, അത് അമ്മയാണ്. നമുക്കറിയാലോ ഭാരതത്തിന്റെ മാതൃസങ്കല്പവും ഭാരതത്തിന്റെ മാതൃഭൂമി സങ്കല്പവും. ഭൂമിയെ മാതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഇപ്പോൾ നെറ്റി ചുളിയും. കാരണം പടിഞ്ഞാറൻ ചിന്താഗതികളെല്ലാം മനസ്സിനുള്ളിലേക്ക് കയറി കൂടുവച്ചിരിക്കുന്നു. ഭൂമി മാതാവാണ്. അതുകൊണ്ടാണ് ഭൂമിയെ ദേവിയായിട്ട്, വിഷ്ണു പത്നിയായിട്ട് നമ്മുടെ പാരമ്പര്യം പണ്ട് തന്നെ ആദരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ വിഷ്ണുപത്നിമാരായ മഹാലക്ഷ്മിയെയും ഭൂമിദേവിയെയും അവിടെ ആ ശ്രീകോവിലിനുള്ളിൽ നമുക്ക് കാണാം.